വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇനി ഒരു 4 ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ. ഇനി ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വല്ലാതെ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് എരിവിന് ആവശ്യമായിട്ട് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വല്ലാതെ ബ്രൗൺ കളർ ആയിട്ടില്ല, ഒന്ന് സോഫ്റ്റായിട്ട് മാത്രം കിട്ടിയിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു മാഷർ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇങ്ങനത്തെ മാഷർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ച് എടുത്താൽ മതിയാവേ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദാപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ചെടുക്കുന്ന മാവ് കുറച്ച് ലൂസാണെങ്കിൽ പിന്നെയും പൊടി ചേർക്കേണ്ടി വരും കേട്ടോ. ഞാൻ ഇതിലേക്ക് പിന്നെയും 1/2 കപ്പോളം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് ഇതേമാതിരി ഒന്ന് ഷേപ്പാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു വിരലിൽ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഒരു നമ്മളെ വടയേക്കാളും വളരെ ചെറുതായിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടും. ഇതേമാതിരിയുള്ള ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇനി കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതേമാതിരി ആക്കിയെടുത്താൽ മതി കേട്ടോ. ആദ്യം 2 ഉള്ളം കൈയിലും വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയ ശേഷം ഇതേമാതിരി റൗണ്ട് പിടിച്ചാൽ മാത്രം മതി. വല്ലാതെ വലുതായിട്ട് ആക്കിയെടുക്കരുത് കേട്ടോ. ചെറിയ ചെറിയ നമ്മൾ ഉരുളകൾ ആക്കിയെടുക്കുമ്പോഴാണ് ഇതേമാതിരത്തെ ഷേപ്പ് കിട്ടുക. ഇപ്പം ഞാൻ എല്ലാതും ഇതേമാതിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സെറ്റായിട്ടാട്ടോ ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 10-12 എണ്ണമൊക്കെ ഉണ്ടാവും. ഇപ്പം ചെറിയ ചീനച്ചട്ടി ആണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് 1 മിനിറ്റ് നമ്മൾ കയ്യിലൊന്നും വെച്ച് ഇളക്കരുത്. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ എല്ലാം ഏകദേശം വേവിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പലഹാരം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതേമാതിരി തീരെ എണ്ണ കുടിക്കാത്ത ഒരു പലഹാരം കൂടിയാണിത്. ഇനി അടുത്ത ബാച്ചും ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കാം.
നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ വല്ലാതെ ലൂസായിട്ട് പോകരുത് കേട്ടോ. ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആ ടൈമിൽ നിങ്ങൾ ഉപ്പ് കൂടി നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാനിവിടെ ഇതേമാതിരി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ചാട്ട് മസാല കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ഇരട്ടിയാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്ക്. നിങ്ങൾ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി കൊടുത്തു നോക്കൂ. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.